ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് ബോഡിയൊക്കെ ഒന്ന് ഇളവിരിക്കുക. മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ബാക്ക് പെയിൻ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മളൊരു സ്ഥലം വരെ പോവാം. അപ്പോൾ പ്രസവ രക്ഷയ്ക്ക് വേണ്ടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇത് വരുന്നത് തച്ചോട്ട് കാവിലാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മൾ റെഡി ആവുന്നതാണ്. അപ്പോൾ കുഞ്ഞുവാവെ എല്ലാവരെയും ഒരുക്കി പറക്കിക്കൊണ്ട് നമ്മൾ പോവുകയാണ് ഗായ്സ്. അപ്പോൾ ഋതു നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഋതുവിന് ഇനി കുറച്ച് ദിവസത്തേക്ക് സ്കൂളും കാര്യങ്ങളൊന്നും പോകാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ തച്ചോട്ട് കാവിലാണല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഋതുവിനെയും കൂടെ കൊണ്ടുപോവാണ്. ആൾ നല്ല ഹാപ്പിയാണ്. ഇത് ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഇടയിൽ കൂടെ കാർ ഇരുന്ന് കേട്ടോ. അപ്പോൾ ചേട്ടനാണ് നമ്മളെ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ ഇങ്ങ് പോരും. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി 14 ദിവസം നമ്മൾ അവിടെ ആയിരിക്കും. അപ്പോൾ കുറേ ദിവസത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ട്. 7 ദിവസത്തേക്കുണ്ട്, 11 ദിവസത്തേക്കുണ്ട്, 14, 18, 28 ഇങ്ങനെ ആണ് അവിടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾ. നമുക്ക് ഏതാണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് സഞ്ജീവിനി സിദ്ധ ആയുർവേദ ഹോസ്പിറ്റലാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ഇവരെ കോണ്ടാക്ട് ചെയ്തത്. ഞാൻ ഒന്നുമേ അറിഞ്ഞില്ല. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങ് വന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവരെ വിളിച്ചതായിരുന്നാലും അപ്പോയിൻമെൻ്റ് എടുത്തതായിരുന്നാലും അപ്പോൾ ഇവിടുത്തെ ഡോക്ടറും കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ബോഡി എങ്ങനെയാണ് എന്നൊക്കെ എല്ലാം ചോദിക്കും കേട്ടോ. അപ്പോൾ എല്ലാം എൻ്റെ ഹസ്ബൻഡാണ് എല്ലാം പറഞ്ഞതും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും അറിഞ്ഞില്ലെന്ന് വെച്ചാൽ ഒന്നും അറിഞ്ഞില്ല. ജസ്റ്റ് ഒന്ന് പോവുക. അപ്പോൾ നമുക്ക് നോർമൽ ഡെലിവറി ആണെങ്കിൽ 7 days കഴിഞ്ഞിട്ട് പോവാം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി സി സെക്ഷൻ ആണെങ്കിൽ എത്ര ദിവസം 40 days കഴിഞ്ഞിട്ട് എന്തോ ആണെന്ന് തോന്നുന്നു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സംഭവം ലേറ്റായി, 12 ദിവസമൊക്കെ ആയിട്ടാണ് വന്നത്. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ തന്നെ നമ്മൾ ഏകദേശം 5 ദിവസമൊക്കെ കഴിഞ്ഞു. പിന്നെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ പിന്നെ കിട്ടിയതും കുറച്ച് ലേറ്റായി. നമ്മൾ നേരത്തെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലേറ്റ് ആവും. അങ്ങനെ എനിക്ക് എൻ്റെ ഡെലിവറി 20-ാം തീയതി കഴിഞ്ഞെങ്കിലും 25-ാം തീയതി ഒക്കെ ആയപ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയത്. എന്നിട്ട് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് 2-ാം തീയതി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 2-ാം തീയതി അങ്ങനെ വന്നതാണ്. 10 മണിക്കായിരുന്നു നമ്മുടെ അപ്പോയിൻമെൻറ്റ് ടൈം. പക്ഷെ നമ്മൾ അവിടെ 9 മണിക്ക് എത്തി കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു. റൂംസും കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ അവിടെ ഇരുന്നിട്ട് അവർ നമ്മളെ എല്ലാം സെറ്റാക്കിയിട്ട് നമ്മുടെ വാം വെൽക്കം ചെയ്തു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമ്മുടെ സ്വീകരിച്ച രീതിയൊക്കെ. അവരെല്ലാവരും നല്ല ഫ്രണ്ട്ലിയാന്ന് വെച്ചാൽ അത് സമ്മതിക്കണം കേട്ടോ. എല്ലാവരും നല്ല ഫ്രണ്ട്ലി, നമുക്ക് എന്ത് വേണമെങ്കിലും തുറന്ന് പറയാം. പിന്നെ എൻ്റെ തെറാപ്പിസ്റ്റൊക്കെ ഞാൻ പിന്നെ പോയ വീഡിയോസിൽ പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ തെറാപ്പിസ്റ്റ് ഐഷ ആണ്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറയാം. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇനി റൂമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ റൂമെന്ന് വെച്ചാൽ 3 സെക്ഷൻ റൂമുണ്ട്. നമ്മൾ 40 days ആയിരുന്നാലും 3 സെക്ഷൻ റൂമുണ്ട്. ഒന്ന് AC അല്ലാത്ത റൂം, പിന്നെ AC ഉള്ള റൂം, പിന്നെ അതിനും കൂടിയ റൂം. അങ്ങനെ 3 സെക്ഷനായിട്ടാണ് റൂം. നമുക്ക് ഏതാണ് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ റൂമാണ് സെലക്ട് ചെയ്തത്. നമുക്ക് ഫസ്റ്റത്തെ റൂമായിരുന്നാലും നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ബൈസ്റ്റാൻഡറിന് കിടക്കാനായിരുന്നാലും പിന്നെ എനിക്കായിരുന്നാലും കൊച്ചിനായാലും പിന്നെ തൊട്ടിലെ കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ റൂമായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നെ AC റൂം അങ്ങനെ എടുക്കാം. അപ്പോൾ ഓരോ റൂമിന് അവർ അനുസരിച്ച് ഇങ്ങനെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മളെ സൗകര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് ഉള്ള ഒരു സെറ്റപ്പ് അവർ ചെയ്തിരിക്കും. പിന്നെ നമ്മൾ നേരെ പോയ ഉടനെ കുഞ്ഞിനെ നമ്മൾ തൊട്ടിലാണ് കിടത്തിയത്. തൊട്ടിലിങ്ങനെ ആട്ടുകയാണ് കേട്ടോ. അപ്പോൾ പക്ഷേ കുറച്ച് നേരം അങ്ങനെ ആട്ടിയപ്പോൾ അവന് ഒരു ഇറിറ്റേഷൻ പോലെ തോന്നി. ഫസ്റ്റ് ടൈമാണല്ലോ തൊട്ടിൽ കിടക്കുന്നത്. പക്ഷേ അവൻ കിടന്നില്ല ഈ തൊട്ടിൽ. പിന്നെ അച്ഛൻ കുറച്ച് നേരം എടുത്ത് ആട്ടുകയാണ്. പിന്നെ കുറച്ച് കരഞ്ഞു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് മാറിയോണ്ടായിരിക്കും കുറച്ച് നേരം കരഞ്ഞു. അങ്ങനെ അച്ഛൻ എടുത്തു. പിന്നെ നമ്മൾ നേരെ പോയതും പിന്നെ നമുക്ക് ഈ കുറുക്ക് ചുക്ക് കാപ്പി അതൊക്കെയാണ് കൊണ്ടു തന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് ഇത് കഴിക്കാൻ. എന്നാലും ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഉച്ചയായപ്പോൾ നമുക്ക് ചോറും കറികളൊക്കെ കൊണ്ടുവന്നു. പിന്നെ 2 മണിയായപ്പോൾ നമ്മൾ വേദകുളി സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ ഇന്നത്തേന്ന് വെച്ചാൽ സ്റ്റീം ബാത്താണ്. അപ്പോൾ ഇനി 3 days എനിക്ക് സ്റ്റീം ബാത്തായിരിക്കും.
അപ്പോൾ എൻ്റെ തെറാപ്പിസ്റ്റായ ഐഷക്കുട്ടി എന്നെ കുളിപ്പിച്ച് റെഡിയാക്കി ഒരുക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. ഐഷയെപ്പറ്റി പറയാൻ എനിക്ക് ഒരുപാടുണ്ട്, അതാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞു കേട്ടോ. നല്ല ഫ്രണ്ട്ലിയാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. സത്യം പറഞ്ഞാൽ ഒരു അനിയത്തിയുടെ ഒരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് ടീയും പിന്നെ ഇതുപോലെ ഇലയപ്പവും കൊണ്ടുവന്നു. നമ്മുടെ ബൈസ്റ്റാൻഡറിനും നമുക്കും കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അത് കുടിക്കുകയാണ്. പിന്നെ അത് കുടിച്ച ശേഷം കുറച്ച് റെസ്റ്റും കാര്യങ്ങളും എടുക്കും. ഞാൻ പിന്നെ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു, ഉച്ചയ്ക്കൊന്നും ഞാൻ ഉറങ്ങിയില്ല. അങ്ങനെ അത് കുടിച്ചു. പിന്നെ നമുക്കൊരു 5-5:30 ആകുമ്പോൾ ഒരു ജ്യൂസ് കൊണ്ടുവരും. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നത് മാംഗോ ജ്യൂസാണ്. പിന്നെ ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഡിന്നർ കൊണ്ടുവരും. അപ്പോൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ലേഗ്യം, അരിഷ്ടം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുതരും, അത് കഴിക്കണം. പിന്നെ ഋതു തൊട്ടിൽ കയറണമെന്ന് വാശി പിടിച്ചു. അങ്ങനെ അവളെ നേരെ പൊക്കിയ തൊട്ടിൽ കയറ്റി, അല്ലാതെ അവൾ അടങ്ങില്ല. അവളാണ് ഇപ്പോഴത്തെ കുഞ്ഞു ഭാവയാണെന്നാണ് അവളുടെ വിചാരം. അങ്ങനെ ഏതായാലും അവനെ ഇപ്പോൾ ഇതിൽ കിടത്തുന്നില്ല. അപ്പോൾ ഏതായാലും അവൾ ഫസ്റ്റ് ഡേ മാത്രമാണ് കേട്ടോ തൊട്ടിലൊക്കെ ഇരുന്ന് ആടുകയാണ്. അവളും കുഞ്ഞായിരുന്നപ്പോൾ അവൾക്ക് അറിയാൻ പറ്റിയില്ലല്ലോ അവൾ തൊട്ടിൽ കിടന്നത്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇനി ബാക്കിയുള്ള വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. ബൈ.